ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് മൂന്നാറിലെ ഡേ 2 ആണ്. ഇന്ന് പ്ലാൻസ് ഒന്നും ഇല്ല. കറണ്ട് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഓട്ടോ എന്തെങ്കിലും കിട്ടുമോ നോക്കണം, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയി കാണുക. നമുക്കൊരു ഓട്ടോ സെറ്റായിട്ടുണ്ട്. ഒരു 1800 റുപ്പീസിന് മാട്ടുപ്പൈ ഡയറക്ഷനിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ പോയി ചെക്കൗട്ട് ചെയ്തു. സമയം കളയണമെന്ന് വിചാരിച്ചു. 7:45 ആയി. 8 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ പോകുന്ന സൈഡാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരാറ്. അപ്പോൾ മാക്സിമം രാവിലെ പോയിട്ട് തിരിച്ച് 5:30ക്കാണ് ബസ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി തിരിച്ച് വരണം. പെട്ടെന്ന് ആദ്യം നേരെ വ്യൂ പോയിന്റിലേക്ക്, എക്കോ പോയിന്റ് സ്റ്റോപ്പ് ചെയ്ത് നേരെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് ടോപ്പ് വ്യൂ സ്റ്റേഷനിലാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് എക്കോ പോയിന്റ്. ഇപ്പോൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ജസ്റ്റ് നേരെ അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ എക്കോ പോയിന്റിൽ ഒരുപാട് സമയം ചിലവാക്കുന്നില്ല. നമ്മൾ നേരെ തന്നെ ടോപ്പ് വ്യൂ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ബാക്കി വ്യൂ പോയിന്റ്സ് ഒക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ നേരെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുവരെയാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. അതിന് മേലോട്ട് കുറച്ച് നടന്നു കയറണം. മേളിൽ കയറാൻ ടിക്കറ്റ് എന്തോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് മേളിൽ കയറി നോക്കണം.
കുറച്ച് കഴിയുമ്പോൾ ടവറിലേക്ക് കയറാനൊക്കെ ആയിട്ടൊരു ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. ഒരു 20 റുപ്പീസ് പെർ പേഴ്സണാണ് ആവുന്നത്. അതൊരു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ആണ്. ഈ ഇവിടെ വന്നിരിക്കുന്ന തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയാണ്. അവരാണ് ഈ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നു. സ്റ്റേഷൻ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞു പുറത്തിറങ്ങി. 10:30 ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടി റൂട്ടിലാണ് നമ്മൾ ഇന്നേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ട്രിപ്പ് ലൊക്കേഷൻസ് ഉണ്ട്. ഒന്ന് മാട്ടുപ്പെട്ടി റൂട്ട്, കോയമ്പത്തൂർ റൂട്ട്, കൊച്ചി റൂട്ട്, തേക്കടി റൂട്ട്, അങ്ങനെ ഓരോ ദിവസവും ഓരോ റൂട്ടാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഈ മാട്ടുപ്പെട്ടി റൂട്ടിലാണ്. നമ്മൾ ആദ്യം നേരെ ഇങ്ങ് ടോപ്പ് നമ്മുടെ അവസാനത്തെ വ്യൂവിലാണ് ആദ്യം വന്നിരിക്കുന്നത്. അവസാനത്തെ പോയിന്റിലാണ് ആദ്യം വന്നിരിക്കുന്നത്. താഴോട്ട് പോയപ്പോൾ ഓരോന്നേരം കണ്ടെന്ന് നേരെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ നമുക്ക് തേയിലകൾക്കിടയിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലാൻ പറ്റും. തേയില ചെടിയുടെ ഇടയിലേക്ക് അങ്ങോട്ടേക്ക് പോകും. തേയിലകളിലൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല വൈബാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കൊക്കെ കുറവാണ്. ഇനി നേരെ ഈ ഹോട്ടലിലേക്ക് പോകാം. സോ അങ്ങനെ അവിടുത്തെ വ്യൂ പോയിൻറ്റ്സ് കണ്ട ശേഷം നേരെ നമ്മൾ വന്നത് കുണ്ടല ഡാമിലേക്കാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ബോട്ടിംഗ് എടുക്കാൻ സമയം കാണില്ല, നോക്കട്ടെ.
കൊണ്ട് കുറച്ച് നമ്മൾ ബോട്ടിംഗ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. ഇവിടെ 2 പേർക്ക് 400 റുപ്പീസാണ് വരുന്നത്. പിന്നെ അവിടെ കുറച്ച് ഏരിയ ഉണ്ട്, ബോട്ടിങ്ങിൻ്റെ ഏരിയ. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 10 റുപ്പീസ് പാസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എടുത്തില്ല. ഒരുപാട് ഷോപ്സ്, നല്ല ക്രൗഡാണ്. രാവിലെ വന്നാൽ നമുക്ക് ഇതുവഴി വണ്ടി ഓടിച്ച് അപ്പുറത്ത് എൻഡിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഈ നേരെ ഓട്ടോടൊക്കെ അടുത്ത് പോവുകയാണ്. അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ. ഞാൻ അടുത്ത് നമ്മൾ നേരെ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. ഇതിൻ്റെ ബിറ്റ്വീനാണ് എക്കോ പോയിന്റ്. അത് രാവിലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ മാട്ടുപ്പെട്ടി ഡാം. രാവിലെ മോർണിംഗ് വന്നു തരുമല്ലോ എക്കോ പോയിന്റ്. അത് ഇതിൻ്റെ ഒരു പോർഷനാണ്. ശരിക്കും ഇവിടെയാണ് എക്കോ പോയിന്റ് എന്ന് പറയുന്ന മെയിൻ ഡെസ്റ്റിനേഷൻ. അത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പുറകിൽ കാണുന്ന പോയിന്റിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് 10 രൂപ ടിക്കറ്റാണ് ഞങ്ങൾ എടുക്കുന്നത്. നമ്മൾ എന്തായാലും രാവിലെ മോർണിംഗ് മാക്സിമം ഉള്ളിലോട്ട് പോയായിരുന്നു വേറെ ലൊക്കേഷൻ വഴി. ഇവിടെ ഒരു എക്കോയും കേൾക്കുന്നുണ്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ നിന്നിട്ട് തിരിച്ച് നേരെ ഹോട്ടലിലേക്ക്. അപ്പോൾ ഇതെനിക്ക് അറിയാൻ പറ്റിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഡാമിൽ വെള്ളം തുറന്ന് വിട്ടപ്പോൾ കുറേ വെള്ളമൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയതാണെന്നാണ് പറയുന്നത്. മഴ പെയ്യുമ്പോൾ ഇത് ഫില്ലാവും, അങ്ങനെയാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്.